ഫുഡിനോടുള്ള ജനങ്ങളുടെ ഇഷ്ടം മുതലെടുത്ത് അതിൽ നിന്ന് പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ് പൊതുവെ ആളുകൾ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നതെന്നാണ് നമ്മൾ പലരുടെയും ധാരണ. എന്നാൽ സ്വന്തം ഭക്ഷണക്കമ്പം മൂത്ത് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ സ്വയം ഒരു റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങിയ ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സൈഡ് ലൈറ്റ്സിൽ എറണാകുളം ബോട്ട് ജെട്ടിക്കടുത്ത് കാനൻ ഷെഡ് റോഡിലുള്ള ഉപഹാര എന്ന റെസ്റ്റോറൻറ്റിനെയും അതിൻ്റെ വ്യത്യസ്തനായ ഉടമ സുധീർ കമ്മത്തിനെയും പരിചയപ്പെടാം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഉപഹാര റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ. എത്ര നാളായി ഉപഹാര തുടങ്ങിയിട്ട്? എക്സാക്ട് 2 years ആയി. 2 വർഷമായില്ലേ? 2 വർഷമായി. ഞങ്ങൾ ഹോട്ടലിയേഴ്സ് അല്ല, ഞങ്ങൾ ഇരുമ്പ് കച്ചവടമാണ്. ബേസിക്കലി ഇരുമ്പ് കച്ചവടമാണ്. അപ്പോൾ ബേസിക്കലി ഫുഡീസ് ആണ്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഇവിടെ ഒരു പാഷൻ ഉണ്ടായിരുന്നു തുടങ്ങണം. ഞാൻ പഠിച്ചതൊക്കെ കോയമ്പത്തൂരാണ്. അപ്പൊ അന്ന് തൊട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ വേണമെന്നും പറഞ്ഞൊരു അതിങ്ങനെ മനസ്സിൽ കിടന്ന് ലാസ്റ്റ് ഇപ്പോൾ ഒരുമാതിരി സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. അങ്ങനെ തുടങ്ങിയതാണ്. സ്വയം ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ അതാണ് ആബ്സല്യൂട്ട്ലി പാഷൻ കൊണ്ട് മാത്രമേ. അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ഫുഡിലും കാണും. 100% കാണണം. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ റെസ്റ്റോറൻറ്റിന്റെ അകത്തൊക്കെ ഒന്ന് പോയി കണ്ടല്ലോ. വളരെ വലുതല്ലെങ്കിലും എലിഗന്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ കേട്ടോ. കിച്ചണൊക്കെ സുതാര്യമാണ്. അകത്ത് കുക്കിംഗ് നടക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഇനി ഇവിടുത്തെ ഫുഡ് സ്പെഷ്യാലിറ്റിയും ഒക്കെ പറ്റി ഉടമസ്ഥനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇവിടുത്തെ എന്താ സ്പെഷ്യാലിറ്റി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പെഷ്യാലിറ്റി അല്ല, ഇവിടെ സൗത്ത് ഇന്ത്യനിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു എന്താ കഴിക്കേണ്ടത്? അല്ല, സൗത്ത് ഇന്ത്യൻ നിങ്ങൾ കഴിക്കണമെങ്കിൽ ഇവിടുത്തെ ഉപ്മ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കിട്ടും. ഉപ്മ കിട്ടും. പിന്നെ മൈസൂർ മസാല ദോശ ടു ഗുഡ്. പിന്നെ ചന ബത്തൂര അത് കൊള്ളാം. ഇതാണ് ഞാൻ പിന്നെ ചാട്സ് എല്ലാം നല്ലതാണ്. പിന്നെ നമ്മുടെ പനീർ ടിക്ക ടു ഗുഡ്. പനീർ ടിക്ക നല്ലതാണ്. പിന്നെ റൊട്ടി ആ സാധനങ്ങളൊക്കെ. പിന്നെ പനീർ ലബാബ്ദാർ അത് നല്ല. പനീർ ബുർജി എല്ലാം നല്ലതാണ്. വെജ് കടായി വെജ് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. തന്റെ പോക്കറ്റിൽ വീഴുന്ന പണം കാണുമ്പോഴായിരിക്കും ഒരു റെസ്റ്റോറന്റ് ഉടമ ഏറ്റവും സന്തോഷിക്കുക, അല്ലേ? എന്നാൽ ഉപഹാര റെസ്റ്റോറന്റിന്റെ ഓണർ സുധീർ കമ്മത്ത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതില് ഞാൻ കണ്ട് ഒരു കാര്യം ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞതെന്നറിയോ, ഞാൻ ഇരുമ്പ് കച്ചവടമൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ 10-32 കൊല്ലം ഞാൻ ചെയ്യണം. എന്റെ കുറെ ആൾക്കാർ ഇരുമ്പ് മേടിച്ചുകൊണ്ട് പോയിട്ട് ബില്ലും പേ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. എനിക്ക് റെസ്പോൺസ് ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മസാല ദോശ കഴിച്ചിട്ട് 75 രൂപയുടെ മസാല ദോശ ആയിരിക്കും. അത് വന്നിട്ട് മുരളി കൊള്ളാൻ കേട്ടോ, നല്ല ദോശ എന്ന് പറയുമ്പോൾ ആ ഒരു അപ്രീസിയേഷൻ. എന്റെ ഇപ്പോൾ ഏജ് അതാണ്. ഇരുമ്പ് വ്യാപാരത്തിൽ അത് കിട്ടില്ല. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്. ഉപഹാരയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു. നിങ്ങളൊരു വെജിറ്റേറിയൻ ഭക്ഷണപ്രേമിയാണെങ്കിൽ ഉപഹാരയിലെ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഒരുപോലെ നൽകും. നിങ്ങൾക്ക് മാത്രമല്ല, ഉപഹാര റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായ ശ്രീ സുധീർ കമ്മത്തിനും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.